ആദ്യം പോയി എഴുതിയ സമയത്ത് പ്രിപ്പയർ ചെയ്യാതെ തന്നെയാണ് സെറ്റ് പോയി എഴുതിയിട്ടുണ്ടായിരുന്നത്. അന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ചെറിയൊരു മാർക്സിൻ്റെ ഡിഫറൻസിൽ നമുക്ക് മിസ്സായി. ഈ ഒരു എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതിൽ എനിക്കൊരു വലിയ ബാക്ക് സപ്പോർട്ടാണ് I+ ടീം. പിന്നെ ഞാൻ ഫസ്റ്റ് പേപ്പർ നമ്മൾ B.Edൻ്റെ കൂടെ പഠിക്കുന്നുണ്ടെങ്കിലും സെറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഫസ്റ്റ് പേപ്പർ ഫിനിഷ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചാലഞ്ചായിരുന്നു. ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഡേൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ന് ചോദിച്ചു അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ടായിരുന്നു. എനിക്ക് ഡിഫിക്കൽട്ടായത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. പൊതുവെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ നമുക്ക് ഓരോ മന്ത് വൈസ് ഉള്ള അപ്ഡേറ്റ്സ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് മെയിൻ കാര്യം. ഒരു 1 വീക്ക് ആവട്ടെ 1 മന്ത് ആവട്ടെ, അത് നമ്മളൊരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അശ്വതി. ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഡിഗ്രി പഠിച്ചത് ഇവിടെ സെൻറ് ജോസഫ് കോളേജ് ദേവഗിരി, PG കോട്ടയത്തായിരുന്നു, അമലഗിരി കോളേജ്. B.Ed ചെയ്തത് ക്യൂടെക് കനിയാമ്പറ്റ. അപ്പം B.Ed ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചിങ് എന്നും എനിക്കൊരു പാഷൻ പോലെയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. പിന്നെ സെറ്റ് എക്സാമിന് B.Edന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത കാര്യമായിരുന്നു. സെറ്റ്, സീറ്ററ്റ്, കേട്ടറ്റിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ എക്സാമിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. അപ്പം അങ്ങനെ ആദ്യം പോയി എഴുതിയ സമയത്ത് പ്രിപ്പയർ ചെയ്യാതെ തന്നെയാണ് സെറ്റ് പോയി എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ചെറിയൊരു മാർക്സിൻ്റെ ഡിഫറൻസിൽ നമുക്ക് മിസ്സായി. പിന്നെ ഞാൻ ഈ 2025 ആണ് ആദ്യമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് സെറ്റ് എക്സാം എഴുതുന്ന ഈ ഒരു പ്രാവശ്യമാണ്. അപ്പം അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പം ഈ ഒരു എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതിൽ എനിക്കൊരു വലിയ ബാക്ക് സപ്പോർട്ടാണ് I+ ടീം. കാരണം ഞാൻ B.Edന് ശേഷം ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ വർക്ക് ചെയ്യും പിന്നെ എക്സാം പ്രിപ്പറേഷനും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ അക്കാഡമിക് ഇയർ ടുവേർഡ്സ് ദി എൻഡ് ഒരു നവംബർ ആയപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തപ്പോൾ മെയിനായിട്ടും എനിക്ക് മുന്നിൽ വരുന്ന കുറച്ച് എക്സാം സെറ്റ് അല്ലാതെ വേറെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള എക്സാംസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലെ മെയിൻ ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മളെ ജാനുവരി ലാസ്റ്റ് ആയിരുന്നല്ലോ സാധാരണ എക്സാം വരാറ്. അപ്പോൾ ആ ഒരു എക്സാമിലേക്ക് എനിക്കൊരു മാക്സിമം 1.5-2 മാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഫസ്റ്റ് പേപ്പർ നമ്മൾ B.Edൻ്റെ കൂടെ പഠിക്കുന്നുണ്ടെങ്കിലും സെറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഫസ്റ്റ് പേപ്പർ ഫിനിഷ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചാലഞ്ചായിരുന്നു. പിന്നെ സെക്കൻഡ് പേപ്പർ ഞാൻ കുറച്ച് മുന്നേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഗേറ്റ് എക്സാമും കൂടെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ I+ൽ ജോയിൻ ചെയ്തപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഡേൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ന് ചോദിച്ചു അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തത്, നമ്മൾ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഓരോ എക്സാമിൻ്റെ ഡീറ്റെയിൽസും എത്ര വെയിറ്റേജ് വരുന്നു, ഓരോ പ്രാവശ്യം ഓരോ വർഷം നടന്ന എക്സാമിന് ഓരോ മൊഡ്യൂളിൽ നിന്ന് എത്ര വെയിറ്റേജ് വരുന്നു, സിലബസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ സമയം കുറവായതുകൊണ്ട് ഞാൻ 2 പേപ്പറിൻ്റെയും സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് റീഫ്രെയിം ചെയ്തു. എന്നിട്ട് മാർക്സിൻ്റെ വെയിറ്റേജും കൂടെ നോക്കിയിട്ട് അങ്ങനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു ഓരോ മൊഡ്യൂളും. അങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഞാൻ വേറെ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പ്രോപ്പർ വെയിറ്റേജ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂളും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഓരോ ടോപ്പിക്കും കവർ ചെയ്തതിന് ശേഷം എക്സാംസ് അറ്റൻഡ് ചെയ്തു. പിന്നെ അല്ലാതെയും എൻ്റെതായ രീതിയിൽ വേറെ റിസോഴ്സ് വഴി ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേറെ എക്സ്ട്രായും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ചില മൊഡ്യൂളൊക്കെ എനിക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുള്ളതിന് ഞാൻ സമയക്കുറവ് കാരണം ഒരു പെർട്ടിക്കുലർ ടൈം ഞാൻ അതിന് കൊടുത്തു. അതിനപ്പുറത്തേക്ക് എനിക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഞാനത് കൂടുതൽ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തില്ല. എനിക്ക് എത്രത്തോളം ആ ടൈമിനുള്ളിൽ പഠിക്കാൻ പറ്റുന്നോ അത് ഫോക്കസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ അതിൻ്റെ എല്ലാം ഇൻഡെപ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള പോർഷൻസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫുള്ളി അറ്റൻഡ് ചെയ്യാമെന്നുള്ളൊരു എയിമിലൂടെയാണ് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും എനിക്ക് ഡിഫിക്കൽട്ട് ആയത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. പൊതുവെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ നമുക്ക് ഓരോ മന്ത് വൈസ് ഉള്ള അപ്ഡേറ്റ്സ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് മെയിൻ കാര്യം. ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് ഇഷ്ടം പോലെ നമ്മളെ മുമ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് എനിക്ക് ഈ പ്രാവശ്യം കൂടുതൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ആ ഒരു സെക്ഷനിൽ എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ അതായിരുന്നു. ശരിക്കും പല ക്വസ്റ്റ്യൻസും അതേപോലെ കണ്ട സമയത്ത് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം എപ്പോഴും ഫസ്റ്റ് പേപ്പറിനായിരുന്നു മാർക്ക് കുറയാറ്. അപ്പൊ അങ്ങനെ കുറയുന്ന ഒരു പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയുന്ന അത്രയും പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. കാരണം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. സെക്കൻഡ് പേപ്പർ പൊതുവെ എനിക്ക് ഈ പ്രാവശ്യം ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, സ്വന്തമായിട്ടാണ് പഠിച്ചിട്ടുണ്ടായത്. സെക്കൻഡ് പേപ്പർ പൊതുവെ എനിക്ക് ടഫായിരുന്നു. സാധാരണ രീതിയിൽ ഞാൻ എഴുതുന്ന പോലെ എനിക്ക് ഈ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് പേപ്പർ എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത് കൊണ്ട് എനിക്കത് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായി. സോ അതിനൊരു ബിഗ് താങ്ക്സ് ടു I+. പിന്നെ ഫ്യൂച്ചർ ടിപ്സ് എന്ന് പറയാൻ ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കാര്യം അത് എയിം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഇതും ചെയ്യാലോ, അതിപ്പോൾ ഏത് എക്സാം ആണെങ്കിലും അങ്ങനെ ചെയ്യാലോ എന്ന് ഓർത്ത് ചെയ്താൽ ചിലപ്പം എനിക്കത് പറ്റാറില്ല. ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത സമയത്ത് അതിപ്പോൾ നമ്മൾ ഒരു 1 വീക്ക് ആവട്ടെ 1 മന്ത് ആവട്ടെ, അത് നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ഫ്യൂച്ചർ ആസ്പിറൻസ്, ആൻഡ് താങ്ക് യു സോ മച്ച് I+ ടീം ഫോർ സപ്പോർട്ടിങ് മീ ത്രൂ ഔട്ട് ദിസ് ജേർണി. താങ്ക് യു ഓൾ.